ഹായ് ഓൾ, എല്ലാവർക്കും റീഡോ ലൈഫിന്റെ പുതിയ വ്ലോഗിലേക്ക് സ്വാഗതം. ഞാനിന്ന് സംസാരിക്കാൻ പോകുന്നത് ഞങ്ങൾ താമസിച്ചിരുന്ന ബ്രിട്ടീഷ് കൊളംബിയ എന്ന് പറയുന്ന സ്ഥലത്തിനെ കുറിച്ചിട്ടാണ്. ബ്രിട്ടീഷ് കൊളംബിയയിലെ നല്ല കോളേജുകൾ ഏതൊക്കെയാണ്, പിന്നെ അതുപോലെ തന്നെ ബ്രിട്ടീഷ് കൊളംബിയയിൽ PR കിട്ടാനുള്ള സാധ്യത എത്രമാത്രമാണ്, അതിനെ കുറിച്ചിട്ടാണ് പറയാൻ പോകുന്നത്. അപ്പം ബ്രിട്ടീഷ് കൊളംബിയ എന്ന് പറയുന്നത് കാനഡയിലെ വൺ ഓഫ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ പ്രൊവിൻസുകളിലൊന്നാണ്. പ്രത്യേകിച്ചും കാലാവസ്ഥ. ബ്രിട്ടീഷ് കൊളംബിയ ആൾക്കാർക്ക് ആകർഷണീയമാകുന്നതിന്റെ ഒരു ഘടകം എന്ന് പറയുന്നത് അവിടുത്തെ ക്ലൈമറ്റ് ആണ്. ബാക്കിയുള്ള പ്രൊവിൻസുകളെ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഹാർഷ് വെതർ അത്രയ്ക്കില്ല. ഹാർഷ് വെതർ ഇല്ല എന്ന് ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ സ്നോഫോൾ ഒന്നും ഇല്ല എന്നല്ല പറയുന്നത്. ബാക്കിയുള്ള സ്ഥലങ്ങളിൽ -45 ഒക്കെ ആകുമ്പോഴത്തേക്ക് ഇവിടെ ഒരു -5, 6 അതിനൊക്കെ ഉള്ളിലൊക്കെ നിൽക്കും. അപ്പം പിന്നെ അത്യാവശ്യം വെയിലൊക്കെ ഉള്ള ഒരു പ്രൊവിൻസ് ആണ്. നമ്മൾ ഇവിടെ നിന്ന് പറയുമ്പോഴത്തേക്കും വെയിൽ എന്താണ് ഇത്ര ഇമ്പോർട്ടൻ്റ് എന്ന് പറയും. പക്ഷെ വെയിലെന്ന് പറയുന്ന സംഭവം പ്രത്യേകിച്ചും നമ്മൾ ഏഷ്യയിൽ നിന്ന് പോകുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ വെയിൽ കൊള്ളാതെ ഇരിക്കുന്ന അവസ്ഥകൾ നമുക്ക് ഡിപ്രഷൻ പോലുള്ള കണ്ടീഷൻസിലോട്ടൊക്കെ നയിക്കാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അത്യാവശ്യം വെയിൽ കിട്ടുന്ന സ്ഥലം എന്ന് പറഞ്ഞത്. അപ്പം ബ്രിട്ടീഷ് കൊളംബിയയുടെ ഒരു ജോഗ്രഫി ഇതാണ്, കാണാൻ വളരെ ബ്യൂട്ടിഫുൾ ആണ്. അപ്പം ബ്രിട്ടീഷ് കൊളംബിയയിൽ കോളേജ് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏത് നാട്ടിലുള്ള ഏജൻസിനെ സമീപിച്ചാലും അവർ ആദ്യം സജസ്റ്റ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് യൂണിവേഴ്സിറ്റി കാനഡ വെസ്റ്റ് ആണ്. അതായത് ഞാൻ പഠിച്ച യൂണിവേഴ്സിറ്റി കാനഡ വെസ്റ്റ് ആണ്. പക്ഷെ ആ യൂണിവേഴ്സിറ്റി കമ്പാരിറ്റീവ്ലി അത്ര നിലവാരമില്ലാത്ത യൂണിവേഴ്സിറ്റിയാണ്. പ്രത്യേകിച്ച് അതൊരു ഇന്ത്യൻ മാനേജ്മെന്റ് നടത്തുന്ന യൂണിവേഴ്സിറ്റി ആകുമ്പോഴത്തേക്കും അതിനൊരു നമ്മുടെ ഒരു ഇവിടുത്തെ എന്താണ് പാരലൽ കോളേജും അല്ലാത്ത കോളേജും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയത്തില്ലേ, ആ ഒരു വ്യത്യാസമാണ് പിന്നെ യൂണിവേഴ്സിറ്റി ഓഫ് കാനഡ വെസ്റ്റും ബാക്കിയുള്ള യൂണിവേഴ്സിറ്റികളും തമ്മിലുള്ളത്. അപ്പം ആ യൂണിവേഴ്സിറ്റിയെക്കാട്ടിലും നല്ല ഒരുപാട് യൂണിവേഴ്സിറ്റികൾ ബ്രിട്ടീഷ് കൊളംബിയയിലുണ്ട്. അതിലൊന്നാണ് യൂണിവേഴ്സിറ്റി ഓഫ് ബ്രിട്ടീഷ് കൊളംബിയ, UBC എന്ന് പറയും. UBC വളരെ നല്ല യൂണിവേഴ്സിറ്റിയാണ്. ഇപ്പം പിന്നെ മനസ്സിലാകാത്തവർക്ക് വേണ്ടിയിട്ട് ഒന്നുകൂടെ പറയാം. നമ്മുടെ സുരേഷ് ഗോപിയുടെ മകളൊക്കെ പഠിച്ച ആ UBCയിലാണ്. UBC നല്ല കരിക്കുലമാണ്. ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ യൂണിവേഴ്സിറ്റിയുടെ അടുത്ത് തന്നെയായിരുന്നു UBC ഉണ്ടായിരുന്നത്. അങ്ങനെ ഒരു യൂണിവേഴ്സിറ്റിയെ കുറിച്ചിട്ടൊക്കെ പ്രോപ്പറായിട്ട് അറിഞ്ഞിരുന്നെങ്കിൽ പിന്നെ നേരത്തെ തന്നെ അവിടോട്ടൊക്കെ അപ്ലൈ ചെയ്യത്തുള്ളായിരുന്നു. അപ്പം എനിക്ക് പറ്റിയൊരു അബദ്ധമാണ് നമ്മൾ ഈ നമ്മുടെ ഏജൻസി തന്ന ഒരു ഫസ്റ്റ് യൂണിവേഴ്സിറ്റി തന്നെ ചൂസ് ചെയ്തെന്നുള്ളത്. നിങ്ങൾക്ക് ആ ഒരു അബദ്ധം വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ടിപ്പ് പറയാം. നിങ്ങൾ ഏതെങ്കിലും ഒരു രാജ്യത്തോട്ട് പോവുകയാണെങ്കിൽ ഏറ്റവും ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം അവിടുത്തെ അലൂമിനിയസിനോട് സംസാരിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഏത് രാജ്യത്ത് പോകും, ഇപ്പോൾ ജർമ്മനി ആണെങ്കിലും സ്വിറ്റ്സർലാൻഡ് ആണെങ്കിലും ഏത് രാജ്യത്തോട്ട് പോവുകയാണെങ്കിലും സ്റ്റഡി അബ്രോഡ് ആണ് ലക്ഷ്യം എന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ ഏത് കോളേജിലാണ് പഠിക്കാൻ പോകുന്നത് അവിടുത്തെ നേരത്തെ പഠിച്ചിറങ്ങിയ ആൾക്കാരോട് സംസാരിക്കുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ളൊരു പോർട്ടലാണ് GD കണക്ട് എന്ന് പറയുന്നത്. GD കണക്ട് ഫ്രീ പോർട്ടലാണ്. നിങ്ങൾക്ക് അതിൻ്റെ ഡിസ്ക്രിപ്ഷനും കാര്യങ്ങളൊക്കെ ലിങ്കും ഒക്കെ ഞാൻ താഴെ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അത് കയറി നിങ്ങൾക്ക് സൈൻ ഇൻ ചെയ്യാവുന്നതാണ്. സൈൻ ഇൻ ചെയ്ത് നിങ്ങൾക്ക് അലൂമിനിയസോട് സംസാരിച്ചു കഴിഞ്ഞാൽ ഏകദേശം ഒരു ധാരണ കിട്ടും. നിങ്ങൾ പോകുന്ന യൂണിവേഴ്സിറ്റി എങ്ങനെയാണ്, അവിടുത്തെ രീതികൾ എങ്ങനെയാണ്, ജോബ് കിട്ടും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറിച്ചൊരു അവബോധം ഉണ്ടാവും. ആ ഒരു അവബോധം ഉണ്ടാക്കിയിട്ട് പോകുന്നത് എപ്പോഴും നല്ലതായിരിക്കും. അപ്പം ഞാൻ പറഞ്ഞു വന്ന് UBC എന്ന് പറയുന്നത് വൺ ഓഫ് ദി ബെസ്റ്റ് യൂണിവേഴ്സിറ്റികളിൽ ഒന്നാണ്. പിന്നെ അതുപോലെ തന്നെ റോയൽ റോഡ്സ് ഉണ്ട്, വിക്ടോറിയ യൂണിവേഴ്സിറ്റി ഉണ്ട്. അങ്ങനെ ഒരുപാട് നല്ല യൂണിവേഴ്സിറ്റികൾ ബ്രിട്ടീഷ് കൊളംബിയയിലുണ്ട്. പിന്നെ നല്ല കോളേജുകളുണ്ട്. കോളേജുകൾ എന്ന് പറയുമ്പോഴത്തേക്കും ലങ്കാര കോളേജ് നല്ലൊരു കോളേജാണ്. പിന്നെ BCIT എന്ന് പറയുന്ന ഒരു പോളിടെക്നിക് പോലത്തെ കോളേജാണ്. ജോലി സാധ്യതകൾ നല്ലതുപോലെ കിട്ടുന്ന ഒരു കോളേജാണ് BCIT എന്ന് പറയുന്നത്. പിന്നെ വാങ്കൂവർ കമ്മ്യൂണിറ്റി കോളേജ്, എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, ശ്രീലങ്കക്കാരിയാണ്, ഗ്യാനി എന്നാണ് പേര്. ഗ്യാനി ആദ്യം യൂണിവേഴ്സിറ്റി കാനഡ വെസ്റ്റിലായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ പുള്ളിക്കാരി ആള് ശ്രീലങ്കയിലെ ടീച്ചറായിരുന്നു. അപ്പോൾ അവർക്ക് ടീച്ചിങ് ഫീൽഡിലോട്ട് മാറാൻ വേണ്ടിയിട്ട് ആള് ഈ പറയുന്ന വാങ്കൂവർ കമ്മ്യൂണിറ്റി കോളേജിലോട്ടാണ് മാറിയത്. അവിടെ ഇപ്പം ഏർലി ചൈൽഡ്ഹുഡ് എഡ്യൂക്കേഷൻ ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അത്യാവശ്യം നല്ല കരിയർ സാധ്യതകളുള്ളൊരു മേഖല കൂടിയാണ് ഈ ഒരു ഏർലി ചൈൽഡ്ഹുഡ് എഡ്യൂക്കേഷൻ എന്നൊക്കെ പറയുന്നത്. അത് നല്ലൊരു കോളേജാണ്. പിന്നെ വേറെ ഉള്ളത് കോണ്ടൻ പോളിടെക്നിക് എന്ന് പറഞ്ഞൊരു കോളേജ് ഉണ്ട്. അത് സറയിലും ഉണ്ട്, ലാംഗ്ലേയിലും ഒക്കെ ഉണ്ട്. അപ്പം ഇതൊക്കെ അത്യാവശ്യം നല്ല കോളേജുകളൊക്കെയാണ്. അപ്പം നിങ്ങൾ ബ്രിട്ടീഷ് കൊളംബിയ ആണ് തിരഞ്ഞെടുക്കുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ പറയുന്ന കോളേജുകളെ കുറിച്ചിട്ട് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയെ കുറിച്ചിട്ട് കൃത്യമായിട്ടുള്ളൊരു അന്വേഷണം നടത്തി കഴിഞ്ഞാൽ നന്നായിരിക്കും. ഈ നമ്മൾ ഇപ്പം ഞാൻ പോയ ഏജൻസി മാത്രമല്ല, ഒട്ടുമിക്ക ഏജൻസികളും ആദ്യം പറയുന്നത് യൂണിവേഴ്സിറ്റി കാനഡ വെസ്റ്റ് ആയിരിക്കും. യൂണിവേഴ്സിറ്റി കാനഡ വെസ്റ്റിൽ നമ്മൾ പഠിക്കുമ്പോഴത്തേക്കും പിന്നെ ആ കോളേജ് എന്ന് കേൾക്കുമ്പോൾ തന്നെ ആൾക്കാർക്ക് വലിയൊരു താല്പര്യമൊന്നും തോന്നത്തില്ല.
നമ്മൾ എന്തെങ്കിലും അപ്ലൈ ചെയ്യുമ്പോഴൊക്കെ പോകുമ്പോഴത്തേക്കും ഒക്കെ ആണെങ്കിൽ ആ ഒരു വാല്യൂ ഭയങ്കര കുറവാണ്. അതാണ് അതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്. അപ്പം ഇതൊക്കെയാണ് കോളേജുകൾ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം. പിന്നെ ബ്രിട്ടീഷ് കൊളംബിയയിൽ പോകാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇപ്പം അവിടുത്തെ ലേബർ ഷോർട്ടേജ് അല്ലെങ്കിൽ ഷോർട്ട് ലേബർ കാറ്റഗറി പെടുന്ന ജോലികൾ ഏതൊക്കെയാണ് എന്നൊന്ന് നല്ലതായിട്ട് റിസർച്ച് ചെയ്തിട്ട് പോകുന്നതായിരിക്കും നല്ലത്. കാരണം പൊതുവെ ബ്രിട്ടീഷ് കൊളംബിയ ഇച്ചിരി ടഫാണ് നമുക്ക് പി ആറിലോട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ പി ആർ പാത്വേ ബ്രിട്ടീഷ് കൊളംബിയയുടെ തന്നെ ഒരു പി ആർ പാത്വേ ഉണ്ട്. അതിൽ പെടുന്ന ജോലികൾ എന്താണെന്നൊക്കെ ഉള്ള ഒന്ന് റിസർച്ച് ചെയ്തിട്ട് പോയി കഴിഞ്ഞാൽ വളരെ നല്ലതായിരിക്കും. അതിന് ബ്രിട്ടീഷ് കൊളംബിയ ഗവൺമെന്റിന്റെ ഇത് തന്നെയുണ്ട്, വെബ്സൈറ്റ് തന്നെയുണ്ട്. ആ സൈറ്റിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഏതൊക്കെയാണ് ജോലികൾ ഉള്ളതെന്നുള്ള അറിയാൻ പറ്റും. സോ ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ള ടിപ്പുകൾ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ കമന്റുകളും അറിയിക്കുക. അടുത്ത വ്ളോഗിൽ കാണുന്നിടം വരെ ബൈ ബൈ.